സത്യഭാമയല്ല, നിന്റെ തന്തേരെ ഭാമ. നിന്റെ തള്ളയുണ്ടോ നിനക്ക് ഒരെണ്ണം അവിടെ? നിന്റെ തള്ളക്കുള്ളത് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക്. ഈ തള്ള എന്താണ് പറയണത്? മനസ്സിലായില്ല, മനസ്സിലാക്കി. ഞാൻ മല്ലികാ സുകുമാരനെ കുറിച്ച് സംസാരിച്ചത് അവരുടെ കുറെ ആൾക്കാരെ എനിക്ക് വെറും വൃത്തികെട്ട രീതിയിൽ കമന്റ്സ് ഇടണം. അതിലെ കുറച്ചു പേരുടെ പേരുകൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ കമന്റ്സും എൻ്റെ കയ്യിലുണ്ട്. ഇനി നടക്കപ്പോറത് യുദ്ധം. പിന്നെ ഒരു ഡോക്ടർ ബിപിൻ ബാബു എന്നാണ് അവന്റെ ആ ചെറ്റയുടെ ആ പരമനാറിയുടെ പേര്. അപ്പൊ ബിപിൻ ബാബു, നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ? തെണ്ടി ഡോക്ടറെ അല്ലേ? നീ ആരാ മല്ലികാ സുകുമാരന്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി. നിനക്ക് തൻ്റെ നിനക്ക് ഒറ്റയ്ക്ക് പാടാ എന്റെ മുമ്പിലെ നാറി. നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി എന്തൊക്കെ ആവാനുള്ള ശ്രമത്തിലാ. നീ ജനിച്ചത് എങ്ങനെയാടാ? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. നിന്റെ തള്ളക്കുള്ളത് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക്. സംസ്കാരത്തോടെ സംസാരിക്കടാ ചെറ്റ പട്ടി. നിന്റെ തള്ളക്കുള്ളത് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക്. ഒരു ശ്രീലത ലത, നീ എന്നെ നീ ചാണകം തേച്ച് മെഴുകു അല്ലേ? പിന്നെ ഞാൻ ഫ്രഞ്ച് കിസ് അടിക്കാം. ഞാൻ ചാണകമല്ല തേക്കാൻ പോണം നിന്നെ. പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 1-2 പോവും. നീ പോവാറുണ്ടാ? അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട്. ഞാൻ തൂറി എറിയും നിന്നെ. ആഷിക്ക് അവൻ എൻ്റെ ഒരു പടാക്ക് എടുത്തിട്ടേ ആഷിക്ക് പടമൊക്കെ വെച്ചിട്ട് നീ ഏതോ ഒരു പെണ്ണിന്റെ പടമൊക്കെ വെച്ചിട്ട് തല വെട്ടി വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? നിനക്ക് അമ്മയുണ്ടടാ വീട്ടില്? നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടറാ. പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ. എടാ ഇവള് നമ്മളെക്കാളും തറയടാ. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ. അടുത്തൊരു സുമേഷ് മാധവൻ. സുമേഷ് എന്തെന്നൊക്കെ പറഞ്ഞേക്കണേ. പൊന്നാര മോൾക്കൊരു റോസാപ്പൂവൊക്കെ തന്നിട്ടുണ്ട്. അയ്യടാ, നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്താടാ റോസാപ്പൂവ്? ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നീ നിന്റെ അമ്മയുടെ പ്രായമുള്ള എന്നെയാണ് ഈ പറഞ്ഞേക്കണത്. നീ ചെയ്തത് തെറ്റ്. അതായത് കിട്ടിയതൊന്നും പോരാനാ. നിന്റെ അപ്പന്റെ വകയല്ലേ എനിക്ക് കിട്ടിയത്. പോടാ തെണ്ടി. എന്റെ വീട് ഇവിടെ സിറ്റിയിൽ തന്നെയാ. നീ അന്വേഷിച്ച് പിടിച്ചു വാ. ഇടിച്ചതിന്റെ പൂട്ടല് ഞാൻ പൊട്ടിക്കും. നീ നാളെ നേരം വെളുക്കുമ്പോ നിന്റെ അമ്മയുടെ തലയ്ക്കാമ്പാട്ടൊരു നിലവിളക്കും കത്തിച്ചു വെച്ചിട്ട് 2 തേങ്ങയും കൂടെ ഉടച്ചു വെക്ക്. എന്നിട്ട് 2 തള്ളവരലും കൂടെ കൂട്ടിച്ചേർത്ത് കെട്ട് നിന്റെ തള്ളയുടെ. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. വളരെ മോശമായി പോയി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സത്യഭാമ ടീച്ചർ അങ്ങനെ ഒരാളൊന്നുമല്ല. പക്ഷെ ഇങ്ങോട്ട് പറയുമ്പോ നിങ്ങളായാലും മറുപടി പറയുമല്ലോ, അതിനു വേണ്ടിയിട്ടാ. അവസാനം വിറ്റകളെ എന്നെ എടുത്ത് കോണം കൊടുക്കാനുള്ള സ്ഥിതി ഉണ്ടാക്കും. അത് ഉണ്ടാക്കണ്ടതാ പറഞ്ഞേ. എന്നെ പറഞ്ഞ ഞാൻ ഒരുത്തനും വിടൂല. ഞാൻ പറഞ്ഞിരിക്കും. പറഞ്ഞോ, പറയണ്ടെന്നാരും പറഞ്ഞില്ലല്ലോ. പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുക ഞാൻ പറയും. ഏട്ടാ ഞാൻ മഹാ ചെറ്റേണ് അറിയാമോ?